ഓക്കെ അല്ലേ? അപ്പോൾ ആ മാറ്റങ്ങളൊക്കെ കുറിച്ച് നമ്മൾ അറിയണ്ടേ? നമ്മൾ അറിയണം, നമ്മളെ പാരൻസ് അറിയണം, നമ്മളെ അധ്യാപകരറിയണം, എല്ലാവരും അറിയണം. വേണ്ടേ? വേണം. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ഡിഗ്രി പഠനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് നമുക്ക് 2 സൂപ്പർ പേഴ്സണാലിറ്റീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് മക്കളെ, നമ്മളുടെ ഡിസ്പൊസിഷനാണ് നമ്മളുടെ പൊസിഷൻ തീരുമാനിക്കുന്നത് എന്നാണ്. എന്താണ് ഈ ഡിസ്പൊസിഷൻ? ആർക്കെങ്കിലും അറിയോ? ഇറ്റ് ഈസ് അവർ ഡിസ്പൊസിഷൻ ദാറ്റ് ഡിറ്റർമിൻസ് അവർ പൊസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡിസ്പൊസിഷൻ? ആർക്കെങ്കിലും അറിയോ? ഓക്കെ, ഡിസ്പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവം. അപ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ മനോഭാവമാണ് ഏതൊരു കാര്യത്തിലേക്കും നമ്മളെ സക്സസ്ഫുൾ ആക്കിയ ഒരു വ്യക്തിയാക്കി തീർക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ആറ്റിറ്റ്യൂഡ് ഇട്ടിരുന്നേ, എല്ലാവരും ഒരു നല്ല ആറ്റിറ്റ്യൂഡിലിരുന്നേ. നമ്മളുടെ നല്ല എമിനൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അടിപൊളി സെഷൻ തരുന്നതിന് വേണ്ടിയിട്ട്. ലെറ്റ് us invite or introduce the personalities. One is Dr. Shafiq Bustan, Associate Professor, Institute of Technology, Kollam. സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറ് മെറ്റീരിയൽ സയൻസിൽ നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും അടിപൊളി സ്ഥാപനമായിട്ടുള്ള NIT-യിൽ നിന്ന് PhD ചെയ്ത ആളാണ് നമ്മുടെ സാറ്. മാത്രമല്ല സാറ് നമ്മുടെ നാട്ടുകാരനും കൂടിയാണ്. അപ്പം എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്ത്, അത് തന്നെ വലിയ അഭിമാനമല്ലേ? നമ്മളെ നാട്ടിലുള്ള ഒരാൾ NIT-യിൽ നിന്ന് മെറ്റീരിയൽ സയൻസിൽ നാനോ ടെക്നോളജിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തുകൊണ്ട് PhD ചെയ്യാമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു സാറാണ് നമുക്ക് ഈ സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ സ്വന്തം ഫാമിലി ആയിട്ടുള്ള, നമ്മുടെ സ്വന്തം സ്നേഹനിധിയായിട്ടുള്ള നമ്മളുടെ ഫരീദ ടീച്ചറാണ്. ടീച്ചറും CG ആൻഡ് AC-യുടെ സ്റ്റേറ്റ് ഫാക്കൽറ്റിയാണ്. മാത്രമല്ല ആനയംകുന്ന് ഹയർ സെക്കൻഡറി സ്കൂളിലെ HSST ഫിസിക്സ് ആണ്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി, വളരെ ആദരവോടുകൂടി ഈ 2 പേഴ്സണാലിറ്റീസിനെയും നമ്മുടെ ഈ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. Okay, thank you. Thank you for the nice introduction. Good afternoon all. Hello. Hello. എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? എല്ലാവരും ഒന്ന് ചിരിച്ചേ. ചിരിക്കുന്ന സമയത്തെ പല്ല് നല്ല നിരയിൽ നിൽക്കുന്ന പല്ലാണ് നല്ല രസം ഉണ്ടാവില്ലേ കാണാൻ? അല്ലേ? ഒരു പല്ല് ബാക്കോട്ടും ഒരു പല്ല് മുന്നോട്ടും ഒക്കെ ആണെങ്കിലോ എങ്ങനെ ഉണ്ടാവും? എനിക്കിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയ സമയത്ത് അങ്ങനെയാണ് തോന്നുന്നത്. കുറച്ചാൾ അവിടെ, കുറച്ചാൾ ഇവിടെ, ഒരു അഭംഗി തോന്നുന്നുണ്ട്. നിങ്ങൾ തോന്നുന്നു? നിങ്ങൾക്ക് നല്ല വൈബുള്ള കോളേജിലാണോ വൈബില്ലാത്ത കോളേജിലാണോ ഇഷ്ടം പഠിക്കാൻ? വൈബുള്ള കോളേജ് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഫ്യൂച്ചർ ട്രെൻഡ്സ് ഇൻ UG എഡ്യൂക്കേഷൻ ആ മീനിങ് തന്നെയുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനൊരു UG എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയതെന്ന്. കാരണം നമ്മളെ പ്രായമുള്ള ആൾക്കാർക്ക്, നമ്മൾ പഴയ തലമുറ, നമ്മളിപ്പോൾ C ഫാമിലിയാണ്, പഴയ തലമുറ എയറിൽ കിടക്കുകയാണ് ഇപ്പോഴും. നമ്മൾ വൈബിലാണ്. ഇപ്പോൾ വൈബിനനുസരിച്ചുള്ള കോഴ്സും വേണ്ടേ നമുക്ക്? വേണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം ന്യൂ ട്രെൻഡ്സ് ഇൻ UG എഡ്യൂക്കേഷൻ ഇംപ്ലിമെൻ്റ് ചെയ്തത്. അതിന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. പഴയ ഡിഗ്രി കോഴ്സും പുതിയ കോഴ്സും എങ്ങനെയെന്ന് വെച്ചാൽ 2011 ഞാൻ BTech പാസ്സാവുന്നത്. BTech ബയോമെഡിക്കൽ എഞ്ചിനീയറിങ്ങിലായിരുന്നു. ആ സമയത്ത് എല്ലാ സിലബസും പോലെ BTechൻ്റെ സിലബസ് ഉണ്ട്.
ആ സിലബസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കും, പാസ്സാവും. പാസ്സായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എവിടേക്ക് പോകണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് വരുന്നത്. ബിടെക് ബയോമെഡിക്കൽ കഴിഞ്ഞാൽ എവിടേക്കായിരിക്കും ഓപ്പർച്യൂണിറ്റീസ്? ഒന്ന് പറഞ്ഞേ, എവിടേക്കായിരിക്കും? മാനുഫാക്ചറിങ്. വെരി ഗുഡ്. മോൻ്റെ പേരെന്താ? സിനാൻ. ഒരു ക്ലാപ്പ് കൊടുത്തേ, ഉച്ചയ്ക്ക് ശേഷം അല്ലേ? ഓക്കെ, വെരി ഗുഡ്. മാനുഫാക്ചറിങ്ങിലേക്ക് പോകാം. പിന്നെ പറ, വേറെ എവിടെ പോകാൻ പറ്റുക? നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടോ നോക്കട്ടെ ഞാൻ. ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് പോട്ടെ, അത് വിടാം. സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സസ്. സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് എവിടെയൊക്കെ പോവാം? PWD, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ, കൺസ്ട്രക്ഷൻ. വെരി ഗുഡ്. അങ്ങനെ പഴയൊരു സിലബസ് എന്ന് പറഞ്ഞാൽ സിലബസ് പഠിച്ചു പോവുക. ഇപ്പോൾ 4th ഇയർ ആവുന്ന സമയത്ത് കമ്പനീസ് വരും, നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ നമ്മളെ എടുത്ത് കൊണ്ടുപോകും. അതല്ലെങ്കിൽ ബിടെക് കഴിഞ്ഞ ഉടനെ നമ്മൾ കമ്പനി തേടിപ്പോണം, നമ്മളെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ തേടിപ്പോണം. ഇപ്പം ഒരു റിസർച്ച് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? അതിനുശേഷം എംടെക് എടുക്കണം. എംടെക് ഏതിലെടുക്കണം എന്നുള്ളതിന് കൺഫ്യൂഷനാണ്. കാരണം സ്ട്രീംസ് വളരെ കുറവാണ്. ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് കഴിഞ്ഞാൽ അതിനുശേഷമുള്ള സ്ട്രീം വളരെ കുറവാണ്. അപ്പം ആ സ്ട്രീം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഈസി കഴിഞ്ഞ ആൾക്കാർക്ക് അന്ന് ഈസിയും ഇലക്ട്രോണിക്സും സിഗ്നലും മാത്രമേ എംടെക് എടുക്കാൻ പറ്റുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്ത് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ എംടെക് കഴിഞ്ഞിട്ട് വേണം PhD പോകാൻ. നേരത്തെ ആയിരുന്നെങ്കിൽ ആർട്സ് സബ്ജക്റ്റിലാണെങ്കിൽ ഡിഗ്രി കഴിയണം, ഡിഗ്രി കഴിഞ്ഞിട്ട് MSc MA മാസ്റ്റർ ഡിഗ്രി കഴിയണം, MPhil കഴിയണം, അതിനുശേഷം വേണം PhD എടുക്കാൻ. ഇപ്പം MPhil ഒഴിവാക്കി. അപ്പം അത്രയും കടമ്പകൾ കഴിയണം. ഇപ്പോൾ അതിനൊരു കുറവ് വന്നത് എന്താണെന്ന് വെച്ചാൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ മൈനറും ഉണ്ട്, ഹോണറും ഉണ്ട്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇംപ്ലിമെൻ്റ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരാൾക്ക് തോന്നുകയാണ് ഒരു ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗുള്ള ഒരു ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആകുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഈ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും അല്ല എൻ്റെ മേഖല ബിസിനസ്സാണ്. അങ്ങനെ ഉണ്ടാവില്ലേ? ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഒന്നും എനിക്ക് പറ്റിയതല്ല, എനിക്ക് ബിസിനസ്സിലാണ് താല്പര്യം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം? ലോജിസ്റ്റിക് ഡിസൈൻ പോലത്തെ 3 ബാസ്ക്കറ്റുകൾ ഉണ്ടാവും. ഹോണർ എടുക്കാം, മൈനർ എടുക്കാം. അപ്പം S4ൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്, S3ൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് മൈനർ സ്റ്റാർട്ട് ചെയ്യുന്നത്, S4ലാണ് മേജർ ഹോണർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഹോണറായിട്ടോ മൈനറായിട്ടോ അയാൾക്ക് വേണ്ട ഇഷ്ടമുള്ള കോഴ്സസിലേക്ക് പോകാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ കേസിൽ പറയാം, എനിക്ക് ബിടെക് ബയോമെഡിക്കൽ എഞ്ചിനീയർ കഴിഞ്ഞ് റിസർച്ചിലേക്ക് പോകാനായിരുന്നു താല്പര്യം. പക്ഷേ ബിടെക് കഴിഞ്ഞ ഉടനെ ഞാൻ NIT കാലിറ്റിയിൽ 2011 വരുന്നു. 2011 NITയിൽ വന്ന് അന്വേഷിക്കുന്നു, എനിക്ക് റിസർച്ച് ചെയ്യണം. നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി അന്വേഷിക്കുന്നു, എനിക്ക് ഇവിടെ എംടെക്കിന് അഡ്മിഷൻ തരുമോ? അതിൻ്റെ ക്രൈറ്റീരിയ ഞാൻ ഗേറ്റ് എഴുതി പാസ്സായിക്കോളാം, അഡ്മിഷൻ തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ഫാക്കൽറ്റീസ് പറഞ്ഞു, ഇവിടെ ബിടെക് ബയോമെഡിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് NITയിൽ എംടെക്കിന് പ്രൊവിഷൻ ഇല്ല. പക്ഷേ ഇപ്പോൾ ഉണ്ട് കേട്ടോ. അപ്പോൾ പ്രൊവിഷൻ ഇല്ല എന്ന ഒരു ആൻസർ കിട്ടിയപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു? കേരളത്തിൽ എനിക്ക് എന്തായാലും പറ്റില്ല, കേരളത്തിന് പുറത്തേക്ക് പോകണം. കേരളത്തിന് പുറത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ എൻട്രൻസ് എക്സാം ഉണ്ട്, വലിയ ഭീമമായ തുക ഫീസ് കൊടുക്കണം. മാത്രമല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ഞാൻ രണ്ടാമത് ആലോചിക്കുന്നത് എനിക്ക് റിസർച്ചിലേക്ക് തന്നെ പോകണം. റിസർച്ചുള്ള കമ്പനിയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ റിസർച്ചുള്ള കമ്പനി അന്വേഷിക്കുന്നു, അങ്ങനെ ഒരു കമ്പനിയിൽ കിട്ടുന്നു. ആ കമ്പനിയിൽ കിട്ടിയ സമയത്ത് ഏതൊരു കമ്പനിയുടെയും മെയിൻ അജണ്ട എന്നുള്ളത് ഇൻകം ജനറേഷനാണ്. അപ്പോൾ അവർക്ക് റിസർച്ചിൽ ഇൻകം ജനറേഷൻ ഇന്ത്യയിൽ കൂടുതൽ കിട്ടില്ല, അവർക്ക് ബിസിനസ്സാണ് മെയിൻ. ബിസിനസ്സിലേക്ക് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് മനസ്സിലായി ഇവർ റിസർച്ചിലേക്കല്ല കൊണ്ടുവന്നത്, ബിസിനസ്സിലേക്കാണ്. അപ്പം ഞാൻ കമ്പനി ചാടി അടുത്ത കമ്പനിയിലേക്ക് പോയി. അവിടെയും ഇതന്നെ സ്ഥിതി, റിസർച്ചിൽ പോകാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? എംടെക് എനിക്ക് ഉദ്ദേശിച്ച നാനോ സയൻസിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. വലിയ സംഖ്യ ഫീസ് കൊടുത്തിട്ട് കേരളത്തിനകത്തേക്ക് നാനോ സയൻസ് തന്നെ കിട്ടണം, റിസർച്ചിലേക്ക് തന്നെ പോകണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. അപ്പം അതിനുശേഷം എംടെക്കും കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യാണ്? വീണ്ടും എനിക്ക് റിസർച്ച് കമ്പനിയിലേക്ക് പോകാൻ താല്പര്യപ്പെടുകയാണ്. ആ സമയത്തും കമ്പനി അന്വേഷിക്കുന്ന സമയത്ത് അവർ
MTech നാനോ സയൻസ് കഴിഞ്ഞ ഓപ്പർച്യൂണിറ്റീസ് ഇന്ത്യയിൽ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ തന്നെ കുറഞ്ഞ സാലറി കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ടീച്ചിങ്ങിലേക്ക് പോവുകയാണ്. ടീച്ചിങ് കഴിഞ്ഞതിന് ശേഷം NIT അഡ്മിഷൻ കിട്ടി. നാനോ സയൻസ് മെറ്റീരിയൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അഡ്മിഷൻ കിട്ടി. അവിടെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖല ബയോമെഡിക്കലാണ്, ന്യൂറോ മോഡുലേഷനാണ്. ന്യൂറോ മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നെർവ് ആക്ടിവിറ്റി, എക്സ്റ്റേണൽ ഇമ്പൽസ് കൊടുത്തിട്ട് നെർവ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ചിരി ഇല്ലാതാക്കാം, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളെ ചിരിയിലേക്ക് കൊണ്ടുവരാം, വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ വിഷമം മാറ്റാം. അതാണ് ന്യൂറോ മോഡുലേഷൻ, സിമ്പിളായിട്ട് പറയണം. അപ്പം ആ രൂപത്തിൽ എക്സ്റ്റേണൽ സ്റ്റിമുലസ് കൊടുത്ത് ന്യൂറൽ ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ട്രെൻഡിങ് ആയിട്ടുള്ളൊരു റിസർച്ചാണ്. പക്ഷേ ഫെസിലിറ്റി NIT കുറവായിരുന്നു. ഉള്ള ഫെസിലിറ്റി വെച്ച് കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ PhD കഴിഞ്ഞ സമയം എനിക്ക് വന്ന ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. കമ്പനീസ് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്യാതെ തന്നെ കമ്പനി ഇങ്ങോട്ട് വരികയാണ്. നമുക്ക് പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഉണ്ട്, ലിങ്ക്ഡിൻ എന്ന പ്രൊഫഷണൽ നെറ്റ്വർക്ക് ഉണ്ട്. അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്യും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ടാലൻറ്റ് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമ്മൾ അതിനകത്ത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യും. അപ്പോൾ കമ്പനി അതൊക്കെ നോക്കും. നമുക്ക് കഴിവുള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കമ്പനി ഇങ്ങോട്ട് വരും. ഇന്ത്യയിൽ നിന്ന് തന്നെ വ്യത്യസ്തങ്ങളായ കമ്പനികൾ, റിസർച്ച് ഇൻഡസ്ട്രീസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നമ്മളെ തേടി ഇങ്ങോട്ട് വന്നു. അതാണ് ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞാൽ 2011 BTech കഴിഞ്ഞു. അതായത് 4 വർഷം കഴിഞ്ഞു. അതിനുശേഷം 2024 ഏകദേശം 14 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് എത്തുന്നത്. എന്നാൽ ഇപ്പോൾ ഉള്ള ന്യൂ ട്രെൻഡ്സ് ഇൻ UG എഡ്യൂക്കേഷൻ മനസ്സിലാക്കിക്കൊണ്ട് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് റിസർച്ച് ആണെങ്കിൽ റിസർച്ച് വിത്ത് ഹോണർ എടുക്കാം. ഹോണർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള R&D സബ്ജക്റ്റ് ഏതാണോ, റിസർച്ച് സബ്ജക്റ്റ് ഏതാണോ അത് നിങ്ങൾക്ക് എടുത്ത് പഠിക്കാം. ഒന്ന്. രണ്ടാമത്തേത് ഇൻഡസ്ട്രി കൊളാബറേഷനാണ്. ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം വ്യത്യസ്ത യൂണിവേഴ്സിറ്റിയിൽ വരുമ്പോൾ ഒരു ലിമിറ്റേഷൻ എന്തെന്ന് വെച്ചാൽ, പഴയ കോളേജാണ് അതുകൊണ്ട് അവിടെ ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ചാൽ തെറ്റി. പഴയ കോളേജ് ആയതുകൊണ്ട് കാര്യമില്ല. കോളേജിൽ നല്ല ഇൻഫ്രാസ്ട്രക്ചർ വേണം, ഫെസിലിറ്റി വേണം, ഇൻഡസ്ട്രി കൊളാബറേഷൻ വേണം, R&D ഫെസിലിറ്റി വേണം, ഫാക്കൽറ്റീസ് അവിടെയുള്ള ഫാക്കൽറ്റീസ് നന്നായിട്ട് വർക്ക് ചെയ്യണം. രാവിലെ 10 മണിക്ക് ഫാക്കൽറ്റി വരുന്നു, എന്തെങ്കിലും ലെക്ചർ അടിച്ച് വൈകുന്നേരം തിരിച്ചു പോകുന്ന ഫാക്കൽറ്റി ആണെങ്കിൽ ആ കോളേജിന് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഇനി ഫാക്കൽറ്റി പ്രൊഫൈലും മാറാൻ പോവുകയാണ്. ഫാക്കൽറ്റിക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ ഇത്രയും കുട്ടികൾ കുട്ടികൾ പഠിച്ച് ജസ്റ്റ് ഡിഗ്രി പാസ്സായാൽ മാത്രം പോരാ. ഏതൊക്കെ കുട്ടി ഇന്ന കമ്പനിയിൽ ഇന്റേൺഷിപ്പ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഫാക്കൽറ്റിൻ്റെ പ്രൊഫൈൽ കൂടെ ഫാക്കൽറ്റിക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. അപ്പോൾ ഫാക്കൽറ്റി എന്ത് ചെയ്യണം? കൃത്യമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, സാലറി ഇൻക്രിമെൻ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട മേഖല തിരഞ്ഞെടുക്കാൻ പറ്റും. പഠിക്കുന്ന സമയത്ത് തന്നെ ഇഷ്ടപ്പെട്ട മേഖലയിൽ പോയി ജോലി ചെയ്യാം. ജോലി ചെയ്തിട്ട് തിരിച്ച് വീണ്ടും പഠിക്കാം. പല ആൾക്കാരുണ്ട്, നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കുറച്ച് പഠനം നിർത്തി പ്രാരാബ്ദങ്ങൾ കാരണം ഗൾഫിലേക്ക് പോകുന്നു. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് പഠിക്കുകയും ഗവൺമെൻറ് ജോലിയൊക്കെ കിട്ടിയ ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം അവർക്കൊക്കെ റിയൽ ലൈഫ് മനസ്സിലായിട്ടാണ് തിരിച്ചു വരുന്നത്. പക്ഷേ ഈ FYEGP വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഇയർ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കമ്പനിയിൽ പോകാം, ഇൻഡസ്ട്രി പോകാം, അല്ലെങ്കിൽ റിസർച്ച് ഇൻഡസ്ട്രി പോകാം. അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ ജോലി ചെയ്യണേ ജോലി ചെയ്യാം, റിസർച്ച് ചെയ്യണേ റിസർച്ച് ചെയ്യാം. ഇനി ഇതെല്ലാം നമ്മുടേതായ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് സ്വന്തം കമ്പനി തുടങ്ങണമെന്ന് വിചാരിച്ചാൽ സ്വന്തം കമ്പനി തുടങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം? തിരിച്ച് വീണ്ടും പഠനത്തിലേക്ക് വരാം. ഇതൊക്കെയാണ് FYEGPയുടെ മേജർ അഡ്വാൻറ്റേജസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. താങ്ക് യു സാർ. സ്വന്തം അനുഭവത്തിലൂടെയാണ് സാർ സംസാരിച്ചത് അല്ലേ. ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് നിങ്ങളെല്ലാവരും. ശേഷം +2വിന് ശേഷം എവിടെ പോകണമെന്ന് അല്ലേ ആശങ്കയോടുകൂടി നിൽക്കുന്നൊരു സഭയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം എന്താവും, എങ്ങനെയാവും എന്നതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഇല്ലാത്ത കുട്ടികളാണ് നമ്മുടെ ഈവൻ അധ്യാപകർ പോലും അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇങ്ങനെ പ്രോഗ്രാമിന് ഒരു ഭാഗമായിട്ട് FYEGPനെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളും
അപ്പോൾ ആദ്യമേ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറ് പറഞ്ഞു, സാറ് എന്താണ് സാധാരണ പോലെ ഡിഗ്രി, ഇപ്പം ഞങ്ങളൊക്കെ അങ്ങനെയാണ്, സാധാരണ പോലെ 3 വർഷത്തെ ഡിഗ്രി, ദെൻ 2 കൊല്ലം PG, ദെൻ B.Ed അങ്ങനെ പഠിച്ചാണ് ഞങ്ങളൊക്കെ വന്നത്. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു ക്യാമ്പസിനെ എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു സ്ഥാപനത്തിനെ എങ്ങനെ സെലക്ട് ചെയ്യണം. അപ്പോൾ സ്ഥാപനത്തിനെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ സ്ഥാപനത്തിൻ്റെ റാങ്കിങ് എങ്ങനെയാണ്, അല്ലേ? അപ്പം നിങ്ങളൊരു ഹയർ സെക്കൻഡറി സ്കൂളിനെ സെലക്ട് ചെയ്യുമ്പം നിങ്ങൾക്കറിയാം അവിടെ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കിയത്? ആ സ്കൂളിലെ വൈബ് മാത്രമാണോ നോക്കിയത്? അല്ല, അവിടുത്തെ അധ്യാപകരെങ്ങനെ നോക്കിയിട്ടുണ്ടാവും, അല്ലേ? അവിടുത്തെ കുട്ടികൾ എവിടെയൊക്കെ പഠിക്കുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസത്തിന് പോകുന്നുണ്ട്, നമ്മൾ നോക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോരോ കാര്യങ്ങളും ശ്രദ്ധിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ സ്ഥാപനത്തെ നമ്മൾ ചൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടുത്തെ അക്കാഡമിക് ആൻഡ് നോൺ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ആ സ്ഥാപനം എങ്ങനെയാണ്. അതിനുള്ള വഴി എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക് ഞാൻ നേരത്തെ കാണിച്ചു. NIRF റാങ്കിങ് ഉണ്ട്. ഓരോ സ്ഥാപനത്തിനും അതിൻ്റെ റാങ്കിങ് ഫ്രെയിം വർക്കുകളുണ്ട്. ആ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ്, ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു മാനേജ്മെൻറ്റ് മേഖലയിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാനേജ്മെൻറ്റ് മേഖലയിലെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് അതിനകത്ത് ലിസ്റ്റിലുണ്ടാകും. ഇനി സോഷ്യൽ വർക്കിൻ്റെ മേഖലയിൽ, അല്ലെ സോഷ്യോളജിയുടെ മേഖലയിൽ, അല്ലെ എഞ്ചിനീയറിങ്ങിൻ്റെ മേഖലയിൽ ഓരോ മേഖലയെക്കുറിച്ചുള്ള റാങ്കിങ് ഇതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? അഫിലിയേഷൻ. ഒരു സ്ഥാപനം ഏത് യൂണിവേഴ്സിറ്റിയോട് കൂടിയാണ് അഫിലിയേറ്റ് ചെയ്തേക്കുന്നത്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം പലപ്പോഴും നിങ്ങൾ ഇവിടെ നമ്മുടെ ടോപ്പിക്കിനകത്തൊരു BVOC എന്ന് പറഞ്ഞൊരു കോഴ്സ് കൂടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ BVOC പാരാമെഡിക്കൽ കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും +2 സയൻസോ അല്ലെങ്കിൽ ഈവൻ ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ പഠിച്ച കുട്ടികൾക്കും സയൻസ് മേഖലയിൽ ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പല ഹോസ്പിറ്റലുകളും BVOC പാരാമെഡിക്കൽ, BVOC ഡയാലിസിസ് ടെക്നോളജി ആൻഡ് BVOC ഒപ്റ്റോമെട്രി തുടങ്ങിയുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ വിചാരിക്കുകയാണ് ഇത് ഇന്ന ഹോസ്പിറ്റലിലെ അവിടെയുള്ള നഴ്സിംഗ് കോഴ്സ് അംഗീകാരമുള്ളതല്ലേ, അതുകൊണ്ട് ഈ കോഴ്സും അംഗീകാരമുള്ളതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കോഴ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പം അത് ഏത് യൂണിവേഴ്സിറ്റി ആയിട്ട് അഫിലിയേറ്റ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അത് അഫിലിയേഷൻ എങ്ങനെയാണ്? അഫിലിയേഷൻ മേ ബി എന്താവാം, നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് എന്നൊക്കെ പറയുന്നതിലുപരിയായി പലപ്പോഴും സിംഗാനിയ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ലിംഗായത്ത് യൂണിവേഴ്സിറ്റി ഇങ്ങനെയുള്ള പല പേരിലുള്ള കുഞ്ഞു കുഞ്ഞു യൂണിവേഴ്സിറ്റികളുടെ പേരിലായിരിക്കും വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് വലിയ യൂണിവേഴ്സിറ്റികളുമായിരിക്കാം. പക്ഷെ ഒരു യൂണിവേഴ്സിറ്റി നടത്തുമ്പോൾ അതിനൊരു ടെറിട്ടറി ഉണ്ട്. ഇന്ന മേഖലയിൽ അല്ലെങ്കിൽ ആ ടെറിട്ടറിയിലുള്ള സ്ഥാപനങ്ങൾ മാത്രമേ നടത്താവൂ എന്നൊരു പ്രത്യേകത അതിനുണ്ട്. ആ ടെറിട്ടറിയെ അതിലംഘിച്ചുകൊണ്ട് കോഴ്സ് നടത്താനുള്ള അധികാരം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആർക്കും അനുവാദം നൽകുന്നില്ല. അപ്പോൾ നമ്മൾ കോഴ്സ് ചെയ്യുമ്പം അത് അഫിലിയേറ്റഡ് ആയ പരിധിയിൽ വരുന്നതാണോ എന്നുള്ളത് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നേരത്തെ സാറ് പറഞ്ഞു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യം, അല്ലേ? ഒരു സ്ഥാപനത്തിലുള്ള സൗകര്യങ്ങൾ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ആ സ്ഥാപനത്തിലുള്ള മേന്മകൾ, അവിടെ ലാബ് പ്രോപ്പറാണോ, അവിടെ അക്കാഡമിക് കൾച്ചർ എങ്ങനെയാണ്, അവിടെ ഇനഫായിട്ടുള്ള അധ്യാപകരുണ്ടോ, യോഗ്യതയുള്ള അധ്യാപകരാണോ അവിടെ പഠിപ്പിക്കുന്നത്, അല്ലേ? അതാണ് ഇൻ്റലക്ച്വൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ ലാബ് സൗകര്യങ്ങൾ എങ്ങനെയാണ്. ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സിനോ അല്ലെങ്കിൽ ഒരു BTech കോഴ്സിനോ BCA കോഴ്സിനോ പലപ്പോഴും അങ്ങനെയൊക്കെ കാണാറുണ്ട്. BCA കോഴ്സിനൊക്കെ കുട്ടികൾ ചേരും, എന്നിട്ട് കുട്ടികളോട് പറയും നിങ്ങൾ ലാപ്ടോപ്പുമായിട്ടാണ് വരേണ്ടത് ലാബിലേക്ക്. അതല്ല, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ലാപ്ടോപ്പ് നമുക്ക് ഉണ്ടായിക്കോട്ടെ, അത് നല്ലത്, പക്ഷേ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടതാണത്. അങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കണം. ലാബ് ഫെസിലിറ്റി എങ്ങനെയാണ്, ഫാക്കൽറ്റീസ് എങ്ങനെയാണ്, ഫാക്കൽറ്റീസ് ഇനഫ് ക്വാളിഫൈഡ് ആണോ, തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്താൽ, ഇപ്പോൾ നമുക്കറിയാം ബോംബെ പോലുള്ളൊരു സ്ഥലത്ത് ഉള്ളതുപോലെയല്ല, അല്ലെങ്കിൽ പൂനെ പോലുള്ളൊരു സ്ഥലത്ത് പോലെയല്ല കേരളത്തിലുള്ള ഒരു സ്ഥലത്ത് നമ്മൾ പഠിക്കുന്നത്. കേരളത്തിലുള്ള സ്ഥലത്ത് ഇപ്പോൾ സപ്പോസ് നിങ്ങൾ BCom ആണ് പഠിക്കുന്നത് വിചാരിക്കാം. കേരളത്തിൽ BCom പഠിക്കുന്ന കുട്ടിയും പൂനെയിലോ ഡൽഹിയിലോ BCom പഠിക്കുന്ന കുട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം എന്താ? കേരളത്തിലുള്ള അക്കാഡമിക് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ കൾച്ചർ വ്യത്യാസമാണ്. ഇവിടെ കുറച്ചും കൂടി അക്കാഡമിക് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ പലപ്പോഴും BCom പോലുള്ള കോഴ്സുകൾക്ക് അത്യാവശ്യമായിട്ട് എന്ത് വേണം? ഒരു ഇൻഡസ്ട്രി ആയിട്ടുള്ള കൊളാബറേഷൻ വേണം, അല്ലേ? ഇൻഡസ്ട്രി ആയിട്ടുള്ളൊരു ഇൻ്റർഫേസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പ്ലേസ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അവിടെ ധാരാളം ഇൻഡസ്ട്രീസ് ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ എനിക്കറിയാം കോഴിക്കോട് നമുക്കറിയാം ഇവിടെയൊക്കെ ഓട്ടോണമസ് കോളേജുകളിൽ ഡിഗ്രി അഡ്മിഷൻ കിട്ടണമെങ്കിൽ എത്ര മാർക്ക് വേണം? 100% മാർക്ക് ഉണ്ടെങ്കിലും കിട്ടാത്ത അവസ്ഥയാണ് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ വർഷം എൻ്റെ സ്കൂളിൽ ഒരു കുട്ടിക്ക് 1198 മാർക്കുണ്ട്. 2 മാർക്കേ കുറവുള്ളൂ. പക്ഷേ അവൾക്ക് NSSൻ്റെ ഗ്രേസ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് അവൾ വിചാരിച്ച കോളേജിൽ അവൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കോളേജ് കിട്ടിയില്ല. ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനും അവന് 92% മാർക്കുള്ളൂ. അപ്പോൾ ഇവിടെ എവിടെയും കിട്ടില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ സിംബയോസിസ് പൂനെയിൽ അവൻ്റെ മകനെ ഒരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയിൽ ചേർത്തു. കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ അവൻ എന്ത് ചെയ്തു? വളരെ മികച്ച സാലറിയോടുകൂടി പ്ലേസ്മെൻ്റ് ആയി. അപ്പോൾ അവൾ എന്നോട് പറയുകയാണ്, അതേസമയം അവളുടെ മകൻ്റെ കൂടെ പഠിച്ച ബാക്കി കുട്ടികൾ, അതായത് 100% മാർക്ക് വാങ്ങിയ 100% മാർക്ക് വാങ്ങിയ കുട്ടികൾ ഇപ്പോഴും MCOMന് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി തിരയാണ്. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ, അപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പം അവിടെ ഇൻഡസ്ട്രിയൽ വിസിറ്റ് നിർബന്ധമാണ്, മെക്കാനിക്കൽ പോലെയുള്ള മേഖലകൾ പഠിക്കുമ്പോൾ. അപ്പോൾ ഓരോ കോഴ്സിനും അതിനുള്ള സൗകര്യം അവർ പ്രൊവൈഡ് ചെയ്യുന്നോ നോക്കണം. അത് എങ്ങനെ നമുക്ക് ലഭിക്കാം? ഫീഡ്ബാക്ക് ഫ്രം അലംനൈസ് അല്ലേ. അതായത് അവിടെ പഠിച്ച, അവിടെ നിന്ന് മികച്ച മേഖലകളിലെത്തിയ ആൾക്കാർ ആരൊക്കെയാണ്. ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ, സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ ശശി തരൂരിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സെൻറ്റ് സ്റ്റീഫൻസിൻ്റെ പേര് പറയുമ്പോൾ തന്നെ ശശി തരൂരിനെ പോലെ, കപിൽ സിബലിനെ പോലെ അല്ലേ, എത്രയെത്ര മഹാന്മാരാണ് അവിടെ പഠിച്ചു പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോളേജിനൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥാപനം സെലക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ അലുമിനൈസ് ആരാണ്? സ്വാഭാവികമായിട്ടും ആ അലുമിനൈസ് മികച്ചതാകുമ്പോൾ നമ്മളൊരു ജോലിയായിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ഒരു പ്രൊഫൈലായിട്ട് അല്ലെങ്കിൽ ഒരു കരിക്കുലം വിറ്റിയായിട്ട് കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു അക്കാഡമിക് പ്രൊഫൈലുള്ള ആൾ ഈ ഒരു കോളേജിൻ്റെ അലുമിനയാണ്. അപ്പോൾ ഇവരൊക്കെ പഠിച്ച സ്ഥാപനമാണ്, അവിടെ ഒരു ടൈപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ നമ്മൾ നോക്കേണ്ടത് ആ സ്ഥാപനത്തിലെ കോഴ്സ് എത്ര ഡ്യൂറേഷൻ ഉണ്ട്, ഫീസ് എങ്ങനെയാണ് തുടങ്ങിയുള്ള ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ നമുക്കുണ്ടാവണം. അതേപോലെ എംപ്ലോയബിലിറ്റി സ്കില്ല് എങ്ങനെയാണ്, തൊഴിൽ നൈപുണ്യം നൽകി വരുന്നത്, അതിനു വേണ്ടിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, എംപ്ലോയബിലിറ്റി സെല്ലുകൾ അവിടെ ഉണ്ടോ, കുട്ടികളെ എൻഹാൻസ് ചെയ്യുന്ന പ്രോഗ്രാമുകൾ എന്തൊക്കെയാണ് അവിടെ സംഘടിപ്പിക്കുന്നത്, ഈ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മളൊരു കോഴ്സിനെ സെലക്ട് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ കോഴ്സിനെ സെലക്ട് ചെയ്യുമ്പം ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്താണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റാണ്. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുള്ള അഡ്മിഷൻ ടെസ്റ്റ് ഏതാണ്? CUET ആണ്, നമുക്കറിയാം അല്ലേ. CUETയുടെ പേപ്പറും കാര്യങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. അവിടെയും നമ്മൾ എന്തുകൊണ്ട് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒന്നാമതായിട്ട് കാണുന്നു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇതിന് ഉത്തരം. എക്സലൻറ്റ് ഫാക്കൽറ്റീസ് ആണ്. നമുക്കൊരു രണ്ടാമതൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല അല്ലേ. ഒരുപാട് PhDയും PDF ഒക്കെ ചെയ്ത ആൾക്കാരായിരിക്കും. നല്ല എന്താ പറയുക, ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന കരൺ ഥാപ്പറിനെ പോലെ, ഇർഫാൻ ഹബീബിനെ പോലെയുള്ള ഫാക്കൽറ്റീസാണ് അവിടെ ഹിസ്റ്ററി പഠിപ്പിക്കുന്നത് അല്ലേ. നമ്മുടെ അധ്യാപകർ പഠിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന പുസ്തകം എഴുതിയ ഓതേഴ്സാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? ടീച്ചേഴ്സായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റേതായ ഒരു അക്കാഡമിക് എക്സലൻസ് തീർച്ചയായിട്ടും നമുക്കുണ്ടാകും. അതുപോലെ നമുക്കുണ്ടാകുന്ന ഇൻഫ്രാസ്ട്രക്ചർ വളരെ ഗംഭീരമായ, ഇപ്പം നമുക്കറിയാം നമ്മുടെ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച കോളേജുകൾ എന്ന് പറയുന്ന ഇവിടുത്തെ ഓട്ടോണമസ് കോളേജുകൾ പോലും ഏകദേശം 400 അല്ലെങ്കിൽ ഒരു 300 ഏക്കറിനുള്ളിലേ ഒതുങ്ങി നിൽക്കും. പക്ഷേ അതേസമയം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ 2300ഓളം ഏക്കർ നിറഞ്ഞു നിൽക്കുന്ന സ്ഥാപനമാണ് അല്ലേ. അങ്ങനെ ഒരു സ്ഥാപനത്തിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫെസിലിറ്റീസ്, അവിടെ ഉണ്ടാകുന്ന സ്പോർട്സിനും ആർട്സിനും മറ്റ് കലകൾക്കും ഉണ്ടാകുന്ന പ്രാധാന്യം, അവർ നൽകി വരുന്ന ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം അവസരങ്ങൾ. അതേപോലെ നിങ്ങളോട് കൂടെ പഠിക്കുന്നത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ള കുട്ടികളായിരിക്കും അല്ലേ. നിങ്ങൾ തൊട്ടടുത്തുള്ള ആൾ ഉത്തർപ്രദേശ് ആണെങ്കിൽ പുറകിലുള്ളത് കശ്മീരി ആയിരിക്കും, മുമ്പിലുള്ളത് ജാർഖണ്ഡ് ആയിരിക്കും, പുറകിലുള്ളത് കന്നഡ ആയിരിക്കും. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്ന ഒരു മൾട്ടി കൾച്ചറൽ എക്സ്പോഷർ അല്ലേ, അത് വലിയൊരു സാധ്യതയാണ് നിങ്ങൾക്ക് തുറന്നു തരുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ എൻട്രൻസ് പ്രോഗ്രാമുകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് സെലക്ഷൻ ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കായാലും സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളിലേക്കായാലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്ത് ടൈപ്പ് കോഴ്സസാണ് നടന്നു വരുന്നത്? 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമാണ് നടന്നു വരുന്നത്. ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം പലപ്പോഴും കുട്ടികൾ പറയും, ഇനി 4 കൊല്ലം ഡിഗ്രി പഠിക്കണം, അതുകൊണ്ട് ഞാൻ പോവില്ല അല്ലേ, ഞാൻ ഡിഗ്രിക്ക് പോവില്ല, അതുകൊണ്ട് ഞാൻ 2 വർഷം കൊണ്ട് പഠിക്കുന്ന എന്തെങ്കിലും കോഴ്സിന് പോവാം. പക്ഷെ നമ്മൾ സത്യത്തിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ 4 വർഷം നീണ്ടു നിൽക്കുന്നൊരു പദ്ധതിയല്ല ഇത്.
മോർ ഓവർ ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആണ്. അതായത് കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ. 133 ക്രെഡിറ്റ് ഉണ്ടായാൽ ആ കുട്ടിക്ക് ഡിഗ്രി ലഭിക്കും. അതായത് 2.5 വർഷം കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി അക്വയർ ചെയ്യാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ 3 വർഷത്തെ ഡിഗ്രി സ്പീഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ട് അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാണെങ്കിൽ 2.5 വർഷം കൊണ്ട് ചെയ്ത് തീർക്കാവുന്നൊരു പ്രൊവിഷനാണ് വന്നത്. അതുപോലെ ഡിഗ്രി 2 തരത്തിൽ, അതായത് 3 തരത്തിൽ നമുക്കിവിടെ ഡിഗ്രീനെ പറയാം. ഒന്നാമത്തെ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ 3 വർഷം കൊണ്ട് തീരുന്ന അല്ലെങ്കിൽ സാധാരണ ഡിഗ്രി 133 ക്രെഡിറ്റ് ആയാൽ നമുക്ക് ലഭിക്കുന്ന സാധാരണ ഡിഗ്രി. മറ്റൊന്ന് എന്താണ്, 4 വർഷം കൊണ്ട് കഴിയുന്ന BA അല്ലെങ്കിൽ BSc ഓണേഴ്സ് പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഓണേഴ്സ് പ്രോഗ്രാം കഴിയും. അതേപോലെ ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫസ്റ്റ് ഇയറിൽ അത് നേരിട്ട് പോയിട്ട് നമുക്ക് PhD ചെയ്യാം അല്ലേ. ഇനി അതേപോലെ ഓണേഴ്സ് പ്രോഗ്രാം മാത്രം ചെയ്താൽ 1 കൊല്ലത്തെ PG നമുക്ക് എടുക്കാം. ഒറ്റ വർഷം മാത്രം മതി PG. നമ്മൾ നേരത്തെ 3 വർഷം ഡിഗ്രി 2 വർഷം എന്ന് PG. അപ്പോൾ ഇനി 4 വർഷം ഡിഗ്രി കഴിഞ്ഞ് ഇനി 2 വർഷം PG എടുക്കുമ്പോൾ കുറേ നീളില്ലേ അക്കാഡമിക്സ് എന്ന് തോന്നുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഒരിക്കലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ ശരിക്കും ഡ്യൂറേഷൻ കുറേയാണ് ചെയ്തത് ആൻഡ് ഇറ്റ് ഈസ് മോർ ഫ്ലെക്സിബിൾ ആവുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ PhD 4 വർഷത്തെ റിസർച്ച് പ്രോഗ്രാമിന് PhD അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടെ എന്തുണ്ട്, നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് തന്നെ ചൂസ് ചെയ്യാം ഗൈഡിനെ, നമുക്ക് തന്നെ ചൂസ് ചെയ്യാം സ്ഥാപനങ്ങളെ. മോറോവർ ഈ ഡിഗ്രി പ്രോഗ്രാമിൽ തന്നെ നമ്മൾ നേരത്തെ മെയിൻ സബ്സിഡറി സബ്ജക്റ്റുകളായിരുന്നു. ഇപ്പോൾ ഇതിന് പറയാം മേജർ മൈനർ സബ്ജക്റ്റുകൾ എന്നാണ്. മേജർ, അതായത് ഇപ്പം നിങ്ങൾ ഫിസിക്സ് മേജറിനാണ് ചേർന്നതെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ സബ്സിഡറി ആയിട്ട് മാത്സും കെമിസ്ട്രിയോ അല്ലെങ്കിൽ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് അത് ചൂസ് ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിനകത്ത് ഇത്തരം സബ്ജക്റ്റുകൾ, അതായത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് BSc ഫിസിക്സ് പഠിക്കുന്ന കുട്ടിക്ക് മൈനറായിട്ട് എന്ത് പഠിക്കാം, വേണമെങ്കിൽ ഹിസ്റ്ററി പഠിക്കാം, എക്കണോമിക്സ് പഠിക്കാം. പക്ഷെ ഇത് പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആ കോളേജിനകത്ത് എന്ത് വേണം, ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ നോക്കണം. ഇനി അതില്ലെങ്കിലോ കോളേജുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം, യൂണിവേഴ്സിറ്റികൾ വരെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അക്കാദമിക രീതിയാണ് പുതിയ എഡ്യൂക്കേഷൻ പോളിസി, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി UGC അപ്രൂവ് ചെയ്തത്, ഗവൺമെൻറ് അപ്രൂവ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ, ഇങ്ങനെ പുതിയ രീതിയിൽ വരുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അക്കാഡമിക് അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ ഇവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികൾ തന്നെ തീരുമാനമെടുക്കുന്നത് കൊണ്ട് കുറച്ച് ദിവസം ഫിസിക്സ് പഠിക്കുക, പിന്നെ മാത്സ് പഠിക്കുക, പിന്നെ ഹിസ്റ്ററി പഠിക്കുക, പിന്നെ മലയാളം പഠിക്കുക, അങ്ങനെ പറ്റില്ല. ഇതിനൊരു റിക്വയർഡ് ക്രെഡിറ്റ്സ് ഉണ്ട്. അത്ര ക്രെഡിറ്റ് ഉണ്ടെങ്കിലേ എന്തുണ്ടോളും നമുക്ക് ഡിഗ്രി ലഭിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചൂസ് ചെയ്യുമ്പം അതിൻ്റെ വരുംവരായ്മകളെക്കുറിച്ചും ഏതൊക്കെയാണ് അതിൻ്റെ കോഴ്സുകൾ എന്നതിനെക്കുറിച്ചും കൃത്യമായൊരു ധാരണ നമ്മൾക്ക് ഉണ്ടാവണം. ഇപ്പോൾ സപ്പോസ് ഒരു കുട്ടിക്ക് അപ്പം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മേജർ എടുത്ത കുട്ടിക്ക് 2 മേജർ ആയിട്ട് മാറാൻ പറ്റും, അല്ലെങ്കിൽ 1 മേജറും 2 മൈനറും ആയിട്ട് കോഴ്സുകൾ പൂർത്തിയാക്കാൻ പറ്റും. പിന്നീട് ഹയർ സ്റ്റഡീസും അത്തരം സബ്ജക്റ്റുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു കോളേജിൽ നമ്മൾ ചേരുമ്പം നമ്മൾ ആ അഡ്മിറ്റ് ചെയ്ത കോഴ്സിൽ തന്നെ ആയിരിക്കണമെന്നില്ല നമ്മൾ ഡിഗ്രി എടുത്ത് പാസ് ഔട്ടായി പുറത്തേക്ക് വരുന്നത്. ഓക്കെ, നമ്മുടെ ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാനുള്ള പ്രൊവിഷൻ അവിടെ ഉണ്ടാവും. പിന്നെ അതുപോലെ ഇനി വരാൻ പോകുന്ന സാധാരണ ജൂൺ മാസത്തിൽ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ, അതായത് +2 റിസൾട്ടിന് ശേഷമാണ് അഡ്മിഷൻ നടന്നിരുന്നെങ്കിൽ UGC പുതുതായിട്ട് പറയുന്നത് ഇനി വരും വർഷങ്ങളിൽ 2 തവണ, അതായത് ഇപ്പം നിങ്ങൾക്കറിയാം വിദേശ രാജ്യങ്ങളൊക്കെ ഫോൾ സ്പ്രിംഗ് എന്നൊക്കെ പറഞ്ഞ അഡ്മിഷൻ ഉണ്ട്, 2 തവണയൊക്കെ അഡ്മിഷൻ ഉണ്ട്, 4 തവണ വരെ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. അതുപോലെ ഒരു പ്രൊസീജിയർ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും വരാൻ പോവുകയാണ്. അപ്പോൾ അടിമുടി മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയ കാലഘട്ടത്തെ ഫേസ് ചെയ്യുന്ന കുട്ടികൾ എന്ന നിലക്ക് ധാരാളം മാറ്റങ്ങളും അതിനനുസരിച്ചുള്ള കാര്യങ്ങളും നിങ്ങളും അറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏത് ഡിഗ്രിക്കാണോ പോണത്, ആദ്യം നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഏത് ഡിഗ്രി ഞാൻ സെലക്ട് ചെയ്യണം, അത് പഠിക്കാൻ പറ്റിയ മികച്ച സ്ഥാപനം ഏതാണ്, ആ സ്ഥാപനത്തിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്, അതിനനുസരിച്ച് കോഴ്സുകൾ സെലക്ട് ചെയ്യുക. കോഴ്സുകൾ സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ മൈനറിനുള്ള മേജറിനോടൊപ്പം ഏതൊക്കെ മൈനറുകൾ ഞങ്ങൾ സെലക്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ നിങ്ങൾ ഇവിടുന്ന് +2 കഴിഞ്ഞ് പോകുമ്പോൾ തന്നെ നിങ്ങൾക്കുണ്ടായാൽ മാത്രമേ തുടർ പഠന മേഖലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ.
ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്. ഇനി തുടർന്നുള്ള കാര്യങ്ങൾ സാർ സംസാരിക്കും. ഇതിൽ ഓക്കെ, വളരെ വിശദമായി തന്നെ കോഴ്സ് സെലക്ഷൻ ആൻഡ് കോളേജ് സെലക്ഷൻ മാം പറഞ്ഞു. ഓക്കെ, UG ആണ്. ഇതിൽ മാം ആർട്സാണ് കൂടുതലും വിശദമായിട്ട് പറഞ്ഞത്. ആർട്സിൽ കരിയർ പാത്സ് എന്നാണ് പറയുക. ഒരു കരിയർ പാത്ത് ഉണ്ട്, മേജർ പ്ലസ് മേജർ, മൈനർ പ്ലസ് മേജർ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എഞ്ചിനീയറിംഗിൽ വരുന്ന സമയത്ത് ബാസ്ക്കറ്റാണ്, ഡിഫറെൻറ്റ് ബാസ്ക്കറ്റാണുള്ളത്. ഈ ബാസ്ക്കറ്റിൽ എന്തൊക്കെ ഉണ്ടാവും, അതായത് കൊട്ടയിൽ എന്തൊക്കെയുണ്ട്, ആ കൊട്ടയുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കുക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് ഇപ്പോൾ +2 കഴിഞ്ഞ് ഫുഡ് ആൻഡ് ടെക്നോളജി, ഇപ്പം ഞാൻ TKM-IIT വർക്ക് ചെയ്യുന്നത്. TKM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഫുഡ് ആൻഡ് സയൻസ് ടെക്നോളജി ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. ബയോമെഡിക്കൽ ഒരു എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ്. സിവിൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിത്ത് കമ്പ്യൂട്ടർ സയൻസ്, അങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പോൾ ഫുഡ് നന്നായിട്ട് ഉണ്ടാക്കുന്ന ഒരാൾ, കുക്ക് ചെയ്യുന്ന ഒരാൾ, ഒരു കുട്ടിക്ക് തോന്നുകയാണ് എനിക്ക് സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ തോന്നുകയാണെങ്കിൽ സെക്കൻഡ് ഇയറിൽ കുട്ടിക്ക് എന്ത് ചെയ്യാം, സ്വന്തമായിട്ടൊരു കമ്പനി ഡെവലപ്പ് ചെയ്യാം. അതിൻ്റെ കൂടെ കുട്ടിക്ക് ആ ഇഷ്ടമുള്ളൊരു ബാസ്ക്കറ്റ് എടുത്തിട്ട് ആ കമ്പനി ഡെവലപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ബാസ്ക്കറ്റാണോ വേണ്ടത് അത് ഓപ്റ്റ് ചെയ്തുകൊണ്ട് ബിസിനസ്സിലേക്ക് കിടക്കാം. ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇൻഡസ്ട്രി കൊളാബറേറ്റഡ് ലബോറട്ടറിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫുഡ് ആൻഡ് സയൻസ് ടെക്നോളജിയിൽ ഒരു കമ്പനി, സുപ്രീം ബേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, അവരുടെ ഇൻഡസ്ട്രിയൽ ലബോറട്ടറി കോളേജിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുകയാണ്. അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ എവിടെ നിന്ന് ഉണ്ടാക്കുന്നത്? കോളേജിൽ. അപ്പം നമ്മളിപ്പം പല ടൈപ്പ് കേക്ക്സ് കണ്ടിട്ടുണ്ട് അല്ലേ? അപ്പം വെറൈറ്റി കേക്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ എന്ത് ചെയ്യാണ്? കുട്ടികളെ റിസർച്ച് ചെയ്യാണ്. ഇഷ്ടമുള്ള ടൈപ്പ് ഓഫ് കേക്ക് ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ ചെയ്തിട്ട് ഇഷ്ടമുള്ള സംഭവങ്ങൾ, പുതിയ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇത് അവിടെ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയുടെ ലബോറട്ടറിയിൽ ഈ കേക്ക് ഉണ്ടാക്കിയിട്ട് ബൾക്കായിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഇൻഡസ്ട്രി കൊളാബറേറ്റഡ് ലബോറട്ടറി. ഇൻഡസ്ട്രിക്ക് എന്താണോ ആവശ്യമുള്ളത്, ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിക്ക് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കണം. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കുട്ടികളുടെ മൈനർ പ്രൊജക്റ്റ് ആയിട്ടോ മേജർ പ്രൊജക്റ്റ് ആയിട്ടോ ഈ പ്രോബ്ലം കോളേജിലേക്ക് കൊടുക്കുകയാണ്. കോളേജിൽ അവരുടെ പ്രൊജക്റ്റ് ആയിട്ടാണ് ഈ കമ്പനിയുടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്, കുട്ടികളാണ് ചെയ്യുന്നത്. അപ്പം ഈ കുട്ടികൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കമ്പനിയിലേക്ക് പ്ലേസ്ഡ് ആവുകയാണ്. കാരണം കമ്പനിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ഈ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് ഇഷ്ടമുള്ള മേഖലയിലേക്ക് എങ്ങനെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനുള്ളത്. മറ്റൊന്ന് കോളേജ് സെലക്ഷൻ. നേരത്തെ മാം പറഞ്ഞു. പക്ഷേ എഞ്ചിനീയറിംഗ് കോളേജസിൻ്റെ കാര്യത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെദർ ഇറ്റ് ഈസ് NBA അക്രഡിറ്റഡ് ഓർ നോട്ട്. NBA നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്ന ഒരു ബോഡി ഉണ്ട്. ആ ബോഡി അക്രഡിറ്റ് ചെയ്ത കോളേജസിലെ കോഴ്സസ് ആണോ അല്ലേ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഞ്ചിനീയറിംഗ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. കാരണം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ MTech മാത്രം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഫാക്കൽറ്റീസും എന്തൊരു തട്ടിക്കൂട്ടൽ ലബോറട്ടറി ഉണ്ടായാലും എഞ്ചിനീയറിംഗ് കോളേജ് വേണമെങ്കിൽ റൺ ചെയ്യാം. പക്ഷേ ക്വാളിറ്റി വരുന്നോ ഇല്ലയോ എന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. NBA അക്രഡിറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട്. അറൗണ്ട് 10 ക്രൈറ്റീരിയാസ് ഉണ്ട്. ആ ക്രൈറ്റീരിയ കൃത്യമായി പാലിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ NBA അക്രഡിറ്റേഷൻ കൊടുക്കുള്ളൂ. അവിടെ ഇത്രയും ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് വേണം, ക്വാളിറ്റിയുള്ള ലബോറട്ടറി വേണം, കുട്ടികൾ പുറത്ത് പോയി കോഴ്സസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രി ഇവിടെ വന്ന് റിസർച്ച് കൊടുക്കുന്നുണ്ട്, റിസർച്ചിന് അവസരം കൊടുക്കുന്നുണ്ട്, പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻറ്റേൺഷിപ്പ് കിട്ടുന്നുണ്ട്, കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം പ്ലേസ്ഡ് ആവുന്നുണ്ട്, അവരുടെ സാലറി എത്രയാണ്, അത്രയും ക്വാളിറ്റി കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അപ്പം എൻജിനീയറിംഗ് ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ NBA അക്രഡിറ്റേഷൻ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം.
അതുപോലെ തന്നെ നേരത്തെ മാം പറഞ്ഞു കോളേജ് അനലൈസ് ചെയ്യണമെന്ന്. കോളേജ് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഓൾമോസ്റ്റ് ഡാറ്റകളൊക്കെ കിട്ടും. അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ഡാറ്റ കിട്ടും, പ്രൊഫൈല് കിട്ടും, പ്ലേസ്മെൻറ്റ് ഗ്രാഫ് കിട്ടും, അവർ കമ്പനിയായിട്ട് ഏതൊക്കെ കമ്പനിയായിട്ട് കൊളാബറേഷൻ ഉണ്ട് എന്ന് കിട്ടും. അങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും അത്യാവശ്യം നല്ല കോളേജാണെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കും. ഇനി നമുക്ക് അവസരങ്ങൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ജസ്റ്റ് ചെറിയൊരു സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കലാം സാറിന് അറിയില്ലേ? കലാം സാർ ആരായിരുന്നു? കലാം സാർ ഒരു മനുഷ്യനായിരുന്നു. പറ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സിനാൻ അല്ലേ? ഒരു ക്ലാപ്പ് കൊടുക്കടോ. ഓക്കെ, സിനാൻ. ക്ലാപ്പിൻ്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ഹലോ ഓക്കെ, താങ്ക് യു. അപ്പം കലാം സാറിൻ്റെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? കൽപ്പന ചൗള മരണപ്പെട്ടില്ലേ? എങ്ങനെ മരണപ്പെട്ട്? റോക്കറ്റ് പൊട്ടിത്തെറിച്ചു അല്ലേ? എങ്ങനെ പൊട്ടിത്തെറിച്ച്? പുറത്തുള്ള ആവരണം കത്തിപ്പോയൊരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? കത്തുന്നൊരു വീഡിയോ, ലാസ്റ്റ് മൊമെന്റ് തീപിടുത്തം വന്നിട്ട് തീ ഇങ്ങനെ അകത്തേക്ക് കയറുന്നൊരു വീഡിയോ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് അതിന് തീ പിടിച്ചത്? ഹൈ പ്രഷറിൽ ഫോഴ്സ് കൂടി, ഇപ്പോൾ ഹൈ പ്രഷറിൽ എയറുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അങ്ങനെയാണ് തീ ഉണ്ടാകുന്നത്. പണ്ട് രണ്ട് കല്ലുകൾ ഒരതിയാൽ തീ ഉണ്ടാകുന്ന ഒരു കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇതേപോലെ ഹൈ പ്രഷറിൽ ഫോഴ്സിൽ വളരെ സ്പീഡിൽ വരുന്ന സമയത്ത് തീപിടുത്തം ഉണ്ടായി. അപ്പം അങ്ങനെ കത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവരണം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് കലാം സാറിൻ്റെ പ്രൊജക്റ്റ് ടീം വിചാരിച്ചു. അവർ ISROയിൽ അങ്ങനെ ഡിസിഷൻ എടുത്തു. അങ്ങനെ സിലിക്കൺ കോട്ടിങ്, സിലിക്ക എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? സിലിക്കൺ എന്ന് കേട്ടിട്ടുണ്ടോ? എലമെന്റ് SI എന്ന് കേട്ടിട്ടുണ്ടോ? SI ഉള്ളൊരു മെറ്റീരിയൽ പറയുമാരെങ്കിലും? SI സിലിക്കൺ. നമ്മളെ മണലില്ലേ, മണൽ SiO2 ആണ്, സിലിക്കൺ ഡയോക്സൈഡ്. മണലിൽ നിന്നും സിലിക്കൺ ഉണ്ടാക്കാം. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള സംഭവമാണ് മണലും നെല്ലും. മണലിൽ നിന്ന് കുറച്ചുണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അറൗണ്ട് 2000 ഡിഗ്രി ടെമ്പറേച്ചർ ചൂടാക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ, സിലിക്ക കിട്ടുള്ളൂ. പക്ഷേ നെല്ല് അങ്ങനെയല്ല. നെല്ല് റൈസ് ഹസ്ക്, പെട്ടെന്ന് സിലിക്ക ഉണ്ടാക്കിയെടുക്കാം. കഥയിലേക്ക് വരാം. അങ്ങനെ ഈ സിലിക്ക ഉണ്ടാക്കുന്ന സമയത്ത് കലാം സാറിൻ്റെ ഫ്രണ്ട് ഡോക്ടർ രാജു കലാം സാറിൻ്റെ ലാബ് വിസിറ്റ് ചെയ്യണം. ലാബ് വിസിറ്റ് ചെയ്ത സമയത്ത് കാഷ്വൽ ടോക്കിൽ ഇങ്ങനെ എന്താണ് വർക്ക്, എന്താ നമ്മൾ പറയുമല്ലോ, നമ്മളെ വീട്ടിലൊരാൾ വന്ന അടുക്കളയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ കഥ പറയില്ലേ, അതേപോലെ റിസർച്ച് വർക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ കഥ പറഞ്ഞു. അതിനുശേഷം നമ്മളിപ്പം നമ്മുടെ വീട്ടിലൊരു അതിഥി വന്നാൽ തിരിച്ച് അവരെ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ പോവില്ലടോ? പോകും. ഇതേപോലെ ഒരിക്കൽ കലാം സാറ് ഡോക്ടർ രാജുവിൻ്റെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യണം. ഡോക്ടർ രാജുവിൻ്റെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്ത സമയത്ത് കലാം സാറിന് കാണാൻ പറ്റിയത് അവിടെ സ്കോളിയോസിസ് ബാധിച്ച ഒരുപാട് കുട്ടികൾ കിടക്കുന്നുണ്ട്. കുട്ടികളുടെ അതിൽ തന്നെ സ്കോളിയോസിസ് എല്ല് വളയലും പൊട്ടലും ഒക്കെയാണ്. അപ്പം പൊട്ടിയ ഈ കാലിന് സ്റ്റീൽ റോഡ് ഇടണം. കൈ പൊട്ടിയാലൊക്കെ നമ്മൾ സ്റ്റീൽ ഇടൂലേ അല്ലേ? അല്ലെങ്കിൽ പലക, പണ്ട് പലക എന്ന് പറയും, ഇപ്പം സ്റ്റീൽ റോഡ് ഇടും. അപ്പം അങ്ങനെയുള്ള കുറേ കുട്ടികളെ കണ്ടു. ഈ കുട്ടികളെ കണ്ട സമയത്ത് കലാം സാറിന് ഭയങ്കര വിഷമമായി. കാരണം ഈ കാലിൽ വളരെ വെയിറ്റുള്ള കമ്പി ഇട്ടിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ വിഷമായ സമയത്ത് കലാം സാറ് ഡോക്ടർ രാജുവിനോട് ചോദിച്ചു, എന്താ ഈ കുട്ടികളെ കാലിലൊക്കെ എത്രയും വെയിറ്റുള്ള ഇരുമ്പ് തന്നെ യൂസ് ചെയ്യണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇതുപോലെ നമ്മൾ PSLVക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത സിലിക്ക ഉണ്ടല്ലോ, ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഈ ഇരുമ്പിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം ഈ ചോദ്യം ഡോക്ടർ രാജുവിൻ്റെ മനസ്സിലും ഒരു സ്പാർക്ക് വന്നു. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്ന സമയത്ത് കലാം സാർ എന്ത് ചെയ്തു? ഡോക്ടർ രാജുവിനെ വിളിച്ചു. ആ അയൺ റോഡ് കമ്പി മാറ്റി സിലിക്കൻ്റെ ഒരു പലക, കമ്പിക്ക് പകരമുള്ള ഒരു സ്കെയിൽ ഡിസൈൻ ചെയ്തു. ആ സ്കെയിൽ ഡിസൈൻ ചെയ്താൽ മാത്രം പോരാ, അതിനൊരു പ്രത്യേകത കൂടെ മാറ്റം വരുത്തേണ്ടതുണ്ട്. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ബോഡിയിലൊക്കെ ആണി കുത്തിയാൽ അവിടെ എന്ത് വരും? പോയിസൺ വരും. വെരി ഗുഡ്, പോയിസൺ വരും അല്ലേ? അപ്പം നമ്മുടെ ബോഡിയിലേക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവന്നാൽ നമുക്ക് പോയിസൺ വരും.
നമ്മുടെ ബോഡി അതിനെ ആക്സെപ്റ്റ് ചെയ്യില്ല അല്ലേ. നമുക്ക് വേണ്ടാത്തൊരു സാധനം നമ്മൾ കഴിച്ചാൽ ഉടനെ വോമിറ്റ് ചെയ്യും. അതുപോലെ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സംഭവം കുത്തിവെച്ചാൽ ബോഡി അതിനെ പുറന്തള്ളാൻ വേണ്ടി ശ്രമിക്കും. അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ട് അല്ലേ. ശത്രുക്കളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പട്ടാളക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. അങ്ങനെ ഒരു അവസ്ഥ വരും. അപ്പം ഈ സ്കെയില് ബോഡിയിൽ ഇടണമെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മുടെ ബോഡിയുമായിട്ട് കോമ്പാറ്റിബിൾ ആയിട്ടുള്ള ബയോ കോമ്പാറ്റിബിൾ എന്ന് പറയും, അങ്ങനെ ഒരു കോട്ടിങ് വേണം. അങ്ങനെ കോട്ടിങ് ഇട്ടു. ആ കുട്ടിയുടെ സ്കോളിയോസിസ് ബാധിച്ച കുട്ടിയുടെ കാലിൽ ഈ സ്കെയിലിട്ടു. ചുരുക്കി പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് കലാം സാർ വീണ്ടും വിസിറ്റ് ചെയ്യാണ്, ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്നത്. എന്നാണ് വിസിറ്റ് ചെയ്യുന്നത്? ഈ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. കലാം സാറ് ഉണ്ടാക്കിയ സിലിക്ക വെച്ചുള്ള ആ സംഭവം കുട്ടിയുടെ കാലിലിട്ടതിന് ശേഷം ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസമാണ് കലാം സാറ് വരുന്നത്. അങ്ങനെ വന്ന സമയത്ത് കുട്ടി ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ അമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ട് കണ്ണീരൊഴുക്കുകയാണ്. ആ സമയത്ത് കുട്ടി കലാം സാറെ ഓടിപ്പിടിച്ച് കെട്ടിപ്പിടിക്കുക. കാരണം കലാം സാറും രാജുവും കൂടെ തീരുമാനിച്ചൊരു സംഭവമാണ് അല്ലേ. ഞാൻ പറഞ്ഞു വരുന്നത്, കലാം സാറ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കലാം സാറ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആയിരുന്നു, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആയിരുന്നു. കലാം സാർ എപ്പോഴും പറയുന്നൊരു സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ചിരിച്ച ഒരു സമയമാണ്. ആ കുട്ടി ഡിസ്ചാർജ് ചെയ്തപ്പം ചിരിച്ച ഒരു സമയമാണ്. പറഞ്ഞു വരുന്നത്, നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുപോലെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുദ്ദേശിച്ച് നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കുകയാണ്. ഇപ്പോൾ കലാം സാറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം എന്താണ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ് അല്ലേ. ഡോക്ടർ രാജു പ്യുവർ MBBS MD ആണ്. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത സമയത്ത് എന്തായി, മറ്റൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ടായി. ആ ബൈ പ്രോഡക്റ്റാണ് സിലിക്ക സ്കെയിൽ. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ലബോറട്ടറിയിൽ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ മറ്റൊരു പ്രൊഡക്റ്റാണ് കലാം രാജു സ്റ്റെൻറ്റ്. നിങ്ങൾ പലപ്പോഴും ഹാർട്ട് ബ്ലോക്കുള്ള ആൾക്കാരെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലേ. ഹാർട്ട് ബ്ലോക്കുള്ള ആൾക്കാർക്ക് സ്റ്റെൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ബലൂൺ പോലെ ഒരു സംഭവം ഉള്ളിലേക്ക് കയറ്റിയിട്ട് വിയർപ്പിച്ചിട്ട് ആ ബ്ലോക്ക് ഒഴിവാക്കുന്ന ഒരു പ്രോസസ്സ്, ആൻജിയോഗ്രാമിനെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ. അതിന് വേണ്ട കലാം രാജു സ്റ്റെൻറ്റ് ഡിസൈൻ ചെയ്തത് കലാം സാറും ഡോക്ടർ രാജുവാണ്. ഒരാൾ എയറോസ്പേസ് എഞ്ചിനീയറാണ്, ഒരാൾ ഡോക്ടറാണ്. ഇവർ രണ്ടുപേരും 2 സ്ട്രീമിലൂടെ വന്നിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, FIUGP വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇയർ കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ നിങ്ങളെ വല്ല ആഗ്രഹങ്ങളും നിങ്ങൾക്ക് വല്ല ഐഡിയാസും ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോകാം, കമ്പനിയിൽ പോകാം, ഇനി വേറെ ഏതെങ്കിലും റിസർച്ച് ലബോറട്ടറി റിസർച്ച് എവിടെ പോയിട്ട് വേണമെങ്കിലും നിങ്ങളുടെ ആഗ്രഹം പെട്ടെന്ന് പൂർത്തിയാക്കിയിട്ട് സൊസൈറ്റിക്ക് വേണ്ട രൂപത്തിലേക്ക് മാറാം. ബിസിനസ് ഐഡിയാസ് ആണെങ്കിൽ ബിസിനസ്സിലേക്ക് കടക്കാം. അപ്പം ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞു വരുന്നത്, ഇതിനൊക്കെ വേണ്ടത് നേരത്തെ മാഡവും പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും നല്ല ഇൻഡസ്ട്രി സപ്പോർട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും നല്ല പ്ലേസ്മെൻറ്റ് റെക്കോർഡുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഏറ്റവും നല്ല പേര് കേട്ട റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഫോറിൻ കൊളാബറേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ NIT കാലിക്കറ്റിൽ ഒരു കോഴ്സ് ഉണ്ട്, എന്താണ്, ഇൻ്റഗ്രേറ്റഡ് B.Ed കോഴ്സ്. ഇപ്പം 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം BSCയോ BAയോ പ്രോഗ്രാം ആണെങ്കിൽ NIT കാലിക്കറ്റിൽ 2024 പുതിയതായിട്ട് തുടങ്ങിയ കോഴ്സാണ് ഇൻ്റഗ്രേറ്റഡ് B.Ed. അതായത് 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, BSc ഡിഗ്രിയും കിട്ടും, അതിൻ്റെ കൂടെ B.Edഉം കിട്ടും. B.Ed സെപ്പറേറ്റ് ചെയ്യേണ്ട. മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണുള്ളത്, ഈ പറഞ്ഞ ഹോണേഴ്സും മൈനേഴ്സും ഒക്കെ അതിനുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് 3rd ഇയറിൽ മൈനർ പ്രോജക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ആരുടെ കൂടെയാണ്, അവിടെയുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവിടെയുള്ള മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കെമിക്കൽ ലബോറട്ടറി, ബയോസയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ലബോറട്ടറി, മെറ്റീരിയൽ സയൻസ്, സിവിൽ, സ്ട്രക്ചറൽ, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, MBA, അങ്ങനെ വെറൈറ്റി ഓഫ് ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നത്. അപ്പോൾ 3rd ഇയറിന് തന്നെ നിങ്ങൾക്ക് വെറൈറ്റി ഓഫ് പീപ്പിൾസിനെ നിങ്ങൾക്ക് കാണാം, ജീനിയസ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാം. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം, അവരെ കൂടെ വർക്ക് ചെയ്യാം, അവരുടെ ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാം. മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നറിയോ നിങ്ങൾക്ക്, 3rd ഇയർ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഫോറിൻ യൂണിവേഴ്സിറ്റി കൊളാബറേഷൻ ഉണ്ട്. ഡെൻമാർക്കിലേക്ക് പറക്കാം ഫ്രീ ആയിട്ട്, 5 പൈസ ചിലവില്ല, കാശ് ഇങ്ങോട്ട് കിട്ടും. അതാണ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, റെപ്യൂട്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചാലുള്ള ഗുണം. ഫോറിൻ കൊളാബറേഷൻ ഉണ്ട്.
IIT ബോംബെയിലുണ്ട്, IIT ബോംബെ മൊണാഷ് ടൈപ്പ് ഉണ്ട്. മൊണാഷിലേക്ക് പറക്കാം, മൊണാഷ് യൂണിവേഴ്സിറ്റിയിൽ പോകാം. ആദ്യത്തെ ആ കോഴ്സ് വർക്ക് നിങ്ങൾക്ക് എവിടെ ചെയ്യാം? IIT ബോംബെയിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന എവിടെയാണ്? മൊണാഷ് യൂണിവേഴ്സിറ്റി. ഫോറിൻ യൂണിവേഴ്സിറ്റി പോയി തപ്പിപ്പിടിച്ച് ബുദ്ധിമുട്ടാവേണ്ട ആവശ്യമില്ല. വിസയുടെ പ്രോബ്ലം ഇല്ല. ഇവിടെ നമ്മൾ പുറത്ത് പോകാനുള്ളൊരു ട്രെൻഡ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പുറത്ത് പോകുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കോഴ്സ് തപ്പിപ്പിടിക്കണം, ഇൻസ്റ്റിറ്റ്യൂഷൻ തപ്പിപ്പിടിക്കണം. അവിടെ പോയാലുള്ളൊരു ടെൻഷന് വേറെ ഉണ്ടാവും, പാരൻസിന് ടെൻഷൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊന്നുമില്ലാതെ ഇങ്ങനത്തെ പ്രീമിയർ ആയിട്ടുള്ള നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ പുറത്ത് രാജ്യത്ത് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നതിന് കാശ് നിങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും. അവിടെ പോയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും, പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് അവിടുത്തെ യൂണിവേഴ്സിറ്റിയും കൂടെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും. അപ്പം ഫോറിൻ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. അവിടെ പഠിക്കാനുള്ള ചിലവ് കിട്ടും, സ്കോളർഷിപ്പ് കിട്ടും. അതേപോലെ തന്നെ അവർക്ക് ഇവിടെ വന്നും പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇന്റർ ഫോറിൻ കൊളാബറേഷനുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലുള്ള ഗുണം. ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ട്രെൻഡിങ് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. പരമാവധി ഉപയോഗപ്പെടുത്തുക. അഡ്വൈസൊക്കെ ഇവരിൽ നിന്നൊക്കെ വാങ്ങുക. താങ്ക് യു. അപ്പോൾ സാറ് നിർത്തിയെടുത്തുനിന്ന് തുടങ്ങാം. നേരത്തെ പറഞ്ഞു പുതിയൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്. ഏതാണ്? NCET അല്ലേ, നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ്. എന്തിനു വേണ്ടിയിട്ടാണ്? 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം. അപ്പോൾ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ നമുക്കുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നേരത്തെ സാറ് പറഞ്ഞ പോലെ, ഒന്നാമത് പ്രീമിയറായ സ്ഥാപനങ്ങളിൽ നമുക്ക് ഡിഗ്രിയും BEdും പഠിക്കാം അല്ലേ. മാത്രമല്ല എന്താണ്, നേരത്തേക്ക് നമ്മൾ പഠനത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് പറഞ്ഞിരുന്നത്, ഇപ്പോൾ സയൻസ് എഡ്യൂക്കേഷൻ ആയാലും മറ്റ് ആർട്സ് എഡ്യൂക്കേഷനുകളായാലും സബ്ജക്റ്റ് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് അല്ലാതെ പഠിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് നമ്മുടെ ശാസ്ത്ര ഗവേഷണ രംഗത്തൊക്കെ കുട്ടികൾ പിന്നോക്കം പോകുന്നതായിട്ടൊരു പരാതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിൽ ധാരാളം ഗവേഷണ അവസരങ്ങളും അതുപോലെ അത്തരം ഫാക്കൾട്ടീസിൻ്റെ കീഴിൽ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റ്. അപ്പോൾ അതുകൊണ്ട് +2-ന് ശേഷം സയൻസ് മേഖലയിലാവട്ടെ, ആർട്സ് മേഖലയിലാവട്ടെ, കൊമേഴ്സ് മേഖലയിലാവട്ടെ, ഏത് മേഖലയിലേക്ക് പോവുകയാണെങ്കിലും എന്തുണ്ട്? ഇൻ്റർഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൻ്റെ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കാലിക്കറ്റ് NITയിലുണ്ട്. അതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡാണ് സ്ഥാപനം നിലവിലുള്ളത്. അവിടെയും നമുക്ക് NCET പ്രോഗ്രാം വഴി ഇൻ്റഗ്രേറ്റഡ് BEd ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം മാത്രമാണ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ധാരാളം കുട്ടികൾ ഇതിനെക്കുറിച്ച് അവെയർ ഇല്ലാതെ പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ടീച്ചിങ് മേഖലയാണ് നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചോയ്സ് എങ്കിൽ വൺ ഓഫ് ദി എക്സലൻറ്റ് ചോയ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? NCETനെ കാണാം. അതുപോലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട് മൈസൂരിലെ. അവിടെയും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് എന്തുണ്ട്? ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമായിട്ട് RI മൈസൂരിലും MSc M.Edും അതേപോലെ BSc B.Ed പ്രോഗ്രാം ചെയ്യാം. അതുപോലെ BA B.Ed പ്രോഗ്രാം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിച്ച് ചെയ്യാനുള്ള അവസരമുണ്ട്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞു അതേപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലേ, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ട്വിന്നിങ് പ്രോഗ്രാംസ് ധാരാളം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതായത് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ പ്രോഗ്രാം ഉണ്ട് MAC. ഈ MAC പ്രോഗ്രാമിൽ ആദ്യത്തെ 2 വർഷം നമ്മൾ എവിടെ പഠിക്കുന്നു? പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് അടുത്ത വർഷം, അതായത് 3-ാമത്തെ വർഷം നമ്മൾ ഫ്രാൻസിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ പോയിട്ട് നമ്മുടെ വിസയും ജോലിയൊക്കെ റെഡിയാക്കി വന്നാൽ ബാക്കി കോഴ്സ് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു, നമ്മൾ വിദേശത്ത് പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ജോലി ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ വെറൈറ്റി ആയ അവസരങ്ങളാണ് ഈ ട്വിന്നിങ് പ്രോഗ്രാംസിലൂടെ ലഭ്യമാവുന്നത്. നേരത്തെ സാറ് പറഞ്ഞു ഡെൻമാർക്കിലേക്ക് പോകാം, അങ്ങനെ റിസർച്ച് മേഖലയായിട്ട് ബന്ധപ്പെട്ട്. ഇനി അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല ഏതാണോ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? ട്വിന്നിങ് പ്രോഗ്രാംസിനെ സെലക്ട് ചെയ്യാം. മറ്റൊരു പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് ഡ്യുവൽ ഡിഗ്രീസ് ആണ്. അതായത് ഒരു കോഴ്സ് ചെയ്യുമ്പോൾ തന്നെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ഡിഗ്രി കൂടി ചെയ്യാം. മുമ്പൊക്കെ അത് വളരെ പ്രീമിയറായ സ്ഥാപനങ്ങളിൽ മാത്രമായിരുന്നു ലഭ്യമായിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണത്തിന് IISc ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ BSMS ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല. ഇപ്പം നോക്കൂ, മിക്കവാറും സ്ഥലങ്ങളിൽ നിങ്ങൾക്കറിയാം BCom വിത്ത് BBA പ്രോഗ്രാം ഉണ്ട്, BTech വിത്ത് LLB ഉണ്ട് അല്ലേ. അതേപോലെ നമുക്ക്
B.Ed വിത്ത് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് B.Ed M.Ed പ്രോഗ്രാമായിട്ട് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോഴ്സിൻ്റെ കൂടെ മറ്റൊരു കോഴ്സ് കൂടി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോൾ 3-4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് നീണ്ടു നിൽക്കുന്ന കോഴ്സുകളുടെ കൂടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമായിട്ട് നമുക്ക് ഒന്നിച്ച് തന്നെ 2 ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ IPMAT നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെൻറ്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വഴി IIM-കളിൽ നമുക്ക് എന്തടിക്കാം, MBA പഠിക്കാൻ പറ്റും. IIM റാഞ്ചി, ബോധ്ഗയ, റോത്തക്ക് തുടങ്ങിയുള്ള സ്ഥാപനങ്ങളിലാണ് ഈ കോഴ്സ് നിലവിലുള്ളത്. ഏകദേശം 5ഓളം സ്ഥാപനങ്ങളിൽ, ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ദെൻ വൺ മോർ ഇസ് ദർ. ഓക്കെ, IIM ബോധ്ഗയ, റാഞ്ചി, റോത്തക്, ഇൻഡോർ ആൻഡ് ജമ്മു. അപ്പോൾ ഈ 5 IIM-കളിൽ IPMAT പ്രോഗ്രാമുണ്ട്. അവിടെയും എന്താണ്, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. അപ്പോൾ നമുക്ക് BBA MBA പ്രോഗ്രാം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിൽ വെറൈറ്റി ആയ പ്രോഗ്രാംസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്നാൽ പ്രീമിയറായ സ്ഥാപനങ്ങളിൽ നമുക്ക് പഠിക്കാം എന്നതാണ് ഈ ഒരു ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ സവിശേഷത. മറ്റൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഒരു തൊഴിൽ കൂടെ അല്ലേ, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു തൊഴിൽ കൂടി ലഭ്യമാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം, ഒരു തൊഴിൽ അതല്ലെങ്കിൽ ഒരു ജോലി കൂടി നമ്മൾക്ക് പഠിക്കാൻ പറ്റും, ഒരു സ്പെസിഫൈ ചെയ്യുന്ന മേഖല കൂടി നമുക്ക് പഠിക്കാൻ പറ്റാം. ഉദാഹരണത്തിന് BVOC മൾട്ടിമീഡിയ, ഇപ്പോൾ ബാച്ചിലർ ഓഫ് വൊക്കേഷനാണ്. നേരത്തെ നമ്മൾ BA BSc എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ബാച്ചിലർ ഓഫ് വൊക്കേഷൻ എന്നാണ് പറയുക. അവിടെ നമുക്ക് ജോലി കൂടി നമ്മൾ പഠിക്കും. 4 വർഷത്തെ പ്രോഗ്രാം തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ UGC അംഗീകാരമുള്ള ഡിഗ്രി പ്രോഗ്രാമാണ്. പക്ഷെ ഇവിടെ PGക്ക് പോകുമ്പോൾ നമ്മൾ എവിടെ തന്നെ പോകണം, MVOC പ്രോഗ്രാമിന് തന്നെയാണ് പോവേണ്ടത്. ഓക്കെ, ഇപ്പം മൾട്ടിമീഡിയ, അതേപോലെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങി വ്യത്യസ്തമായ ധാരാളം BVOC പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ അതേപോലെ ജെമ്മോളജി, സോളാർ എനർജി മാനേജ്മെൻറ്റ് തുടങ്ങി വളരെ രസകരമായതും അതേസമയം ധാരാളം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമായ കോഴ്സുകൾ UGCയുടെ അംഗീകാരത്തോടു കൂടി ഇപ്പോൾ നടപ്പിലായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മുടെ പഴയ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടുവന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം പാടെ മാറിയിട്ട് വ്യത്യസ്തമായ രീതിയിലുള്ള അതേസമയം കുട്ടികളിലെ ഗവേഷണ ത്വരയും അവരുടെ തൊഴിൽ അഭിരുചിയും വളർത്തുന്ന വിധത്തിലുള്ള ധാരാളം പ്രോഗ്രാമുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തൊഴിൽ മേഖല അതിനെ സെലക്ട് ചെയ്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെ പറഞ്ഞാലും ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണ്, അതേപോലെ വ്യക്തിത്വ വികസനമാണ്, എന്തൊക്കെ പറഞ്ഞാലും ഫൈനലി നമുക്കൊരു ജോലി വേണം അല്ലേ. അപ്പോൾ ആ ജോലി വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമുക്കൊരു നല്ലൊരു വിഷൻ ഉണ്ടാവണം. അപ്പോൾ ഒരു നല്ലൊരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കുക. എത്ര സമയം, എത്ര കാലം എനിക്ക് പഠിക്കണം, എവിടെ പഠിക്കണം, എന്തൊക്കെയാണ് അതിന് വേണ്ട നൈപുണികൾ എന്തൊക്കെയാണ്, അതിനൊക്കെ വേണ്ട ശേഷികൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ധാരണ നമുക്കുണ്ടാവുകയും അതിനൊരു നല്ലൊരു പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്യാം. ഓക്കെ, അവസാനമായിട്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഒരു പക്ഷി പാറി വന്നിട്ട് ഒരു ഉണങ്ങിയ കൊമ്പിലിരുന്നു. തൊട്ട് അടുത്ത മരത്തിൽ എന്തുണ്ട്, ഒരു കുരങ്ങൻ ഇരിക്കുന്നുണ്ട്. കുരങ്ങൻ നല്ല പച്ച കൊമ്പിലാണ് ഇരിക്കുന്നത്. പുള്ളി ഇങ്ങനെ ചാടി ഓടി മറിഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ കുരങ്ങൻ പക്ഷിയോട് ചോദിച്ചു, എന്താ ചോദിച്ചേ, നീ എന്തിനാ ഉണങ്ങിയ കൊമ്പിലിരിക്കുന്നത്, പൊട്ടി വീഴൂലേന്ന് ചോദിച്ചു. പക്ഷി എന്ത് പറഞ്ഞു, പക്ഷി എന്താ പറഞ്ഞേ, കൊമ്പിൻ്റെ ബലത്തിലല്ല ഞാനിരിക്കുന്നത്, എൻ്റെ ചിറകിൻ്റെ ധൈര്യത്തിലാണ് ഞാനിരിക്കുന്നത് അല്ലേ. ഇപ്പം എന്ത് വേണം, ഉയർന്നു പറക്കാൻ ചിറകുകൾ വേണം അല്ലേ. അപ്പോൾ ചിറകുകളുള്ള ഉയർന്നു പറക്കുന്ന വ്യക്തികളായി, കുട്ടികളായി ആകാശത്തോളം ഉയരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. താങ്ക് യു. അപ്പോൾ മക്കളെ, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരമുള്ള UGC വിഭാവനം ചെയ്യുന്ന UG കോഴ്സുകൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മുടെ 2 ഫാക്കൽറ്റീസും ഇവിടെ സംസാരിച്ചത്. അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, ഭയങ്കര കെമിസ്ട്രി ആയിരുന്നു നിങ്ങൾ രണ്ടാളും സംസാരിക്കുമ്പോൾ. സാറ് പറഞ്ഞു നിർത്തിയെടുത്തുനിന്നാണ് ഫരിദ ടീച്ചർ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കരിയർ ഗൈഡൻസുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കരിയറുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനിപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, നമ്മൾ നമ്മുടെ കോഴ്സുകൾ മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ കൂടി നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു പ്രോഗ്രാമിലേക്ക് പോകാനെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലായൊരു കാര്യം. എന്തായാലും വളരെ മനോഹരമായി
മനോഹരമായിട്ട് രണ്ടുപേരും ആർട്സിലും സയൻസിലും എല്ലാത്തിലും എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നത്, ഏതൊക്കെ തരത്തിലാണ് നമുക്ക് UG കോഴ്സുകൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, അതിൽ ഓണർ ചെയ്താൽ എന്താണ്, അതിൽ 2.5 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ്സ് വാങ്ങിയാൽ ഡിഗ്രി പെട്ടെന്ന് പൂർത്തിയാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. എന്തായാലും സിജി ആൻഡ് AC പേരിൽ ഇത്തരത്തിലുള്ള ക്ലാസ് വളരെ രസകരമായിട്ട് ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും ബോറടിച്ചിട്ടില്ല, വളരെ ശ്രദ്ധിച്ചിരുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന 2 പേഴ്സണാലിറ്റീസിനും സിജി ആൻഡ് AC പേരിൽ നന്ദിയും കടപ്പാടൊക്കെ അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാൻ ഒരു 5 മിനിറ്റ് സമയം അനുവദിക്കുകയാണ്. ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ക്രെഡിറ്റ് 133 ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 2.5 വർഷം കൊണ്ട് ഡിഗ്രി പൂർത്തിയാക്കാമെന്ന് പറഞ്ഞു അല്ലേ? ആ ക്രെഡിറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസ് ചെയ്യുന്നത്? എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമായിരുന്നു അത്. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഫരീദ ടീച്ചർ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരും. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അവർ തന്നെയാണ്. പണ്ട് നമ്മൾ കോഴ്സ് ക്രെഡിറ്റ് എന്നാണ് ഇപ്പോൾ പുതിയ ടെർമിനോളജി. ഇപ്പം ഒരു സബ്ജക്റ്റിന് 1 അവർ ക്ലാസ് ആണെങ്കിൽ 1 ക്രെഡിറ്റായി. അപ്പോൾ ആഴ്ചയിൽ 4 അവർ ആണെങ്കിൽ 4 ക്രെഡിറ്റായി. അപ്പോൾ 15 അവർ 15 4 60 ക്രെഡിറ്റുകൾ ചേരുമ്പോഴാണ് ഒരു പേപ്പറിൽ ഫുൾ ക്രെഡിറ്റുകൾ ആവുന്നത്. ഓക്കെ, നോർമലി അങ്ങനെയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ നമ്മൾ മുമ്പ് പേപ്പർ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഫിസിക്സിലൊരു പേപ്പർ ഇലക്ട്രോ മാഗ്നറ്റിസം ഒരു പേപ്പറാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി പറഞ്ഞൊരു പേപ്പറാണ്. ഇപ്പോൾ പേപ്പർ എന്നല്ല, പേപ്പറിന് കോഴ്സ് എന്നാണ് പറയാം. ചെറിയ ടെർമിനോളജിയിലുണ്ടായ വ്യത്യാസമാണത്. ഓക്കെ, ഈ 133 ക്രെഡിറ്റുകൾ എന്ന് പറഞ്ഞാൽ ക്ലാസ് അവേഴ്സ് മാത്രം പോരാ, അതിന് കൂടെ ഇപ്പോൾ പ്രാക്ടിക്കൽ ആണെങ്കിൽ ഈ ക്രെഡിറ്റ് പറഞ്ഞാൽ 1 അവർ അല്ല 2 അവർ ആയിട്ടാണ് പരിഗണിക്കാം. 1 ക്രെഡിറ്റ് ആണെങ്കിൽ 2 അവർ വേണ്ടി വരും. ഓക്കെ, അതുപോലെ പ്രാക്ടിക്കൽ ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾക്കും ലാംഗ്വേജ് സബ്ജക്റ്റുകൾക്കും പ്രാക്ടിക്കൽ ഉണ്ട്. അതിന് പ്രാക്ടിക്കം എന്നാണ് പറയാം. അപ്പോൾ വളരെ കുറച്ചുകൂടി നിങ്ങൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അത് കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ. സാർ എന്താ ആഡ് ചെയ്യാണ്ടോ? എൻജിനീയറിംഗ് സൈഡ് മാത്രം പറഞ്ഞുതരാം. എൻജിനീയറിംഗ് സൈഡിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 162 ക്രെഡിറ്റ് ആണ് പാസ്സാവാൻ വേണ്ടത്. അതിൻ്റെ കൂടെ 20 ക്രെഡിറ്റ്സ് ആണ് ഹോണേഴ്സ് ആണെങ്കിലും മൈനറായിട്ടും കിട്ടുന്നത്. അപ്പം ഈ 20 ക്രെഡിറ്റ് അങ്ങനെ 162 നിങ്ങൾ കോഴ്സ് പഠിച്ച് മേജർ കോഴ്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലോ ഏതാണോ ആ കോഴ്സ് പഠിച്ച് പാസ്സായാൽ 162 വേണം, എന്നാലേ പാസ്സാവുള്ളൂ. അതിൻ്റെ കൂടെ 20 ക്രെഡിറ്റ്സ് വരുന്നതെന്ന് വെച്ചാൽ 2 മൈനർ സബ്ജക്റ്റ് പ്ലസ് ഒരു മൈനർ പ്രൊജക്റ്റാണ് വരുന്നത്. ഓരോന്നിനും 4 ക്രെഡിറ്റ് ഈച്ച് അങ്ങനെയാണ് വരിക. അപ്പം 3 × 4 12. അപ്പം 12 ക്രെഡിറ്റ്. പിന്നെ ഒരു 8 ക്രെഡിറ്റ് വേണമെങ്കിൽ വീണ്ടും ഒരു 2 കോഴ്സ് കൂടെ ക്രെഡിറ്റ്. അങ്ങനെ ചെയ്തിട്ട് 20 ക്രെഡിറ്റ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ മൈനർ ഡിഗ്രി ആണെങ്കിലും ഹോണർ ഡിഗ്രി ആണെങ്കിലും കിട്ടുള്ളൂ. ഇനി ഈ നിങ്ങൾക്ക് ക്രെഡിറ്റ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ എങ്ങനെയാണ്? മൂക്ക് കോഴ്സസ് ഉണ്ട്, മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ്, അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല. അത് നിങ്ങൾ പ്രായമായാലും എടുക്കാം. ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു കോഴ്സ് ചെയ്തോളൂ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻ ഹെൽത്ത് കെയർ. കാരണം നമ്മൾ അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഈ ന്യൂജൻ ട്രെൻഡ്സിൻ്റെ ഇടയിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം കോഴ്സസ് സ്വയം എന്ന് പറഞ്ഞ ഓപ്പൺ ഓൺലൈൻ കോഴ്സ് ഉണ്ട്, ഫ്രീ ആണ്. NPTEL IITs ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്, ഫ്രീ ആണ്. കോഴ്സറ ചെയ്യുന്ന കോഴ്സസ് ഉണ്ട്. MITൻ്റെയും സ്റ്റാൻഫോർഡിൻ്റെയും മെസാച്യൂസെറ്റ്സിൻ്റെയും ഒക്കെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അതൊക്കെ ചെയ്യാം. അതിൽ ഫീസ് ഉള്ളതും ഫീസ് ഇല്ലാത്തതുണ്ട്. പക്ഷേ ഇന്ത്യയിലുള്ള കോഴ്സസ് ഒത്തിരി ഫ്രീ കോഴ്സസ് ഉണ്ട്. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. ഇനി എന്തെങ്കിലും? അപ്പോൾ NEP പ്രകാരം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള, വളരെ അഡാപ്റ്റബിൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളും മാറ്റങ്ങളൊക്കെയാണ് വരുത്തിയത്. എന്തായാലും ഒരിക്കൽ കൂടി 2 ഫാക്കൽറ്റീസിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ, താങ്ക് യു മാഡം. ഓവർ ടു ഷിജ മാം. താങ്ക് യു സാബിയെ. 2 പേരും വളരെ നല്ല രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് പറഞ്ഞു തന്നു. ഇനി താങ്ക് യു വൺസ് അഗെയിൻ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്റ്റോൾ വിസിറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ വേഗം ആ 10-20 സ്റ്റോളുകളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വിതിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മൾ അടുത്ത സെഷൻ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുട്ടികളെല്ലാവരും സ്റ്റോൾ വിസിറ്റ് ചെയ്തിട്ട് വേഗം വരാം കേട്ടോ.
നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചവരല്ലേ? നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചില്ലേ? ഭക്ഷണം കഴിച്ചില്ല? ഓക്കെ, നോക്കിയിട്ട് ചെയ്തോ. ഏതായാലും സ്റ്റോള് അവിടേക്ക് പോകാൻ മിസ്സാവണ്ട കേട്ടോ. ഓക്കെ.